കോടൂർക്കോട് കുമ്പള ദേശീയപാതയിൽ കുമ്പള ആരിക്കാട് ടോൾ പ്ലാസയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതോടെ യാത്രക്കാരുടെ കാലങ്ങളായുള്ള പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത്. ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട് ജനകീയ പ്രതിഷേധം ശക്തമാക്കുകയും നിയമപോരാട്ടവുമായി ടോൾ പ്ലാസ വിരുദ്ധ സമിതി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തതാണ് ആരിക്കാട് ടോൾ പ്ലാസയുടെ പ്രവർത്തനം നിർത്താൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത്. ടോൾ പിരിക്കുന്നതിനെതിരെ ജനകീയ സമരസമിതി ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഈ മാസം 11 പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നടപടി. ഇതോടെ 20 കിലോമീറ്റർ പരിധിക്കുള്ളിൽ ദേശീയപാതയിൽ ആരിക്കാടിയിലും തലപ്പാടിയിലും രണ്ടിടങ്ങളിൽ ടോൾ നൽകേണ്ടി വരുന്ന ബാധ്യതയിൽ നിന്ന് വാഹനയാത്രക്കാർ ഒഴിവാക്കപ്പെടും. ഇനി തലപ്പാടിയിൽ മാത്രം ടോൾ നൽകിയാൽ മതിയാകും. 48 മണിക്കൂറിനുള്ളിൽ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ കേന്ദ്രം അറിയിച്ചതായി BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി വ്യക്തമാക്കി. BJP ജില്ലാ കമ്മിറ്റിയുടെ അപേക്ഷ കേന്ദ്രത്തിന് നൽകാൻ ഇടപെട്ട രാജീവ് ചന്ദ്രശേഖരന് നന്ദി അറിയിക്കുന്നുവെന്നും BJP എന്നും ജനപക്ഷത്താണെന്നും അവർ കൂട്ടിച്ചേർത്തു. ജസ്റ്റ് എനിക്ക് നമ്മളെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചതാണ്. രാജീവ് ചന്ദ്രശേഖർജിക്ക് നിതിൻ ഗഡ്കരിജി ഓഫീസിൽ നിന്ന് നേരിട്ട് നിതിൻ ഗഡ്കരി വിളിച്ചിട്ടായിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ആരിക്കാട് ടോൾ പ്ലാസ ഇനി ഉണ്ടാവുന്നില്ല. ജനങ്ങൾക്ക്, മഞ്ചേശ്വര ജനങ്ങളും അതേപോലെ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് BJP കൂടെ ഉണ്ടാവൂ എന്ന് ഉറപ്പായിട്ടുള്ള വാക്കുകളാണ് കൊടുത്തിട്ടുള്ളത്. നിലവിൽ ആരിക്കാട് ടോൾ പ്ലാസയിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് ഫാസ്ടാഗ് വഴി ടോൾ ഈടാക്കുന്നുണ്ട്. വാഹനയാത്രികരിൽ നിന്ന് നേരിട്ട് ടോൾ പിരിക്കാനുള്ള ദേശീയപാത അധികൃതരുടെ ശ്രമത്തെ സമരസമിതി പ്രതിഷേധത്തിലൂടെ തടഞ്ഞിരുന്നു. ഇത് സംഘർഷത്തിൽ കലാശിക്കുകയും 500ഓളം ആളുകളുടെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. AK അഷ്റഫ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സംഭവമുണ്ടായി. 60 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ പ്ലാസകൾ പാടില്ലെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം നിലനിൽക്കെയാണ് തലപ്പാടിക്ക് പുറമെ കുമ്പള ആരിക്കാടിയിലും ടോൾ ബൂത്ത് ആരംഭിച്ചത്. പ്രദേശവാസികൾക്കും വാഹനയാത്രികർക്കും ഏറെ ആശ്വാസകരമായ നടപടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. സീ മലയാളം ന്യൂസ്, കാസർഗോഡ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.